നമസ്കാരം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയെ കൂട്ടവിചാരണ നടത്തി SFI പ്രവർത്തകർ തല്ലിച്ചതയ്ക്കുകയും ആ മനോവിഷമത്തിൽ ആ ചെറുപ്പക്കാരൻ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിക്കുകയും ചെയ്തിരുന്നു. ഇത് രാഷ്ട്രീയപരമായും അല്ലാതെയും ഒക്കെ ചർച്ചാ വിഷയമായ വലിയൊരു കാര്യമായിരുന്നു. എന്നാൽ വീണ്ടും ഇത്തരത്തിൽ SFIയുടെ ഒരു പ്രവൃത്തി കൊണ്ട് ഒരു അധ്യാപകൻ, ഒരു ജഡ്ജ് മരണപ്പെട്ടിരിക്കുകയാണ്. ഇതിനെതിരെ രൂക്ഷമായ ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ചിരിക്കുന്നത്. SFIക്കാരുടെ കൊടും ക്രൂരത വീണ്ടും ഒരു മരണത്തിന് കൂടി ഇടയാക്കിയിരിക്കുകയാണ്. കേരള സർവകലാശാല യുവജനോത്സവത്തിൽ വിധികർത്താവായി വിളിച്ചു വരുത്തിയ ആളെ ഇവര് പറഞ്ഞത് കേട്ടില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ മുറിയിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു. ഇപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ശരീരത്തിൽ മുറിവുകളുണ്ട്. വിധികർത്താവിനെ വിളിച്ചു വരുത്തിയിട്ടാണ് ഒരു നൃത്താധ്യാപകനെ ക്രൂരമായി മർദ്ദിച്ചത്. 51 വയസ്സുള്ള ആളെയാണ് ഇവർ ക്രൂരമായി മർദ്ദിച്ചത്. ഇവന്റെയൊക്കെ അച്ഛനാവാൻ പ്രായമുള്ള ആളെയാണ് ഒരു മുറിയിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചത്. അപ്പൊ സിദ്ധാർത്ഥിന്റെ മരണം ഇവരുടെ കണ്ണ് തുറപ്പിച്ചിട്ടില്ല. ഇവര് വീണ്ടും കേരള സമൂഹത്തെ വെല്ലുവിളിക്കുകയാണ് എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് സർവകലാശാല യുവജനോത്സവത്തിൽ നടന്നത്. സിദ്ധാർത്ഥിന്റെ മരണത്തിന് ശേഷം കൊയിലാണ്ടിയിലെ അമലിനെ കൊണ്ടുപോയി ഒരു ഇടിമുറിയിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചു. വീണ്ടും ഇവര് വ്യാപകമായ ആക്രമണങ്ങൾ സർവകലാശാല യുവജനോത്സവവുമായി ബന്ധപ്പെട്ട് KSU ജയിച്ച കോളേജിലെ മുഴുവൻ കുട്ടികളെയും ഇവർ മർദ്ദിച്ചു. അവിടെ ജയിച്ച യൂണിയൻ ഭാരവാഹികളെയും KSU ഭാരവാഹികളെ. അതിന് പുറമെയാണ് ഒരു 51 വയസ്സുകാരനെ മുറിയിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു. അതിൽ മനംനൊന്ത് ഞാൻ നിരപരാധിയാണെന്ന് എഴുതി വെച്ച അയാൾ ആത്മഹത്യ ചെയ്തത്. ഇവർക്കെതിരായിട്ട് കൊലക്കുറ്റത്തിനാണ് യഥാർത്ഥത്തിൽ കേസെടുക്കേണ്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവർക്ക് ഒരുക്കി കൊടുത്തിരിക്കുന്ന തണലാണ് ഈ ക്രിമിനലുകൾ ഇങ്ങനെ കേരളത്തിൽ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത്. ഇനി കേരളത്തിലെ രക്ഷകർത്താക്കൾ ഇറങ്ങി ഇവരിൽ നിന്ന് നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. അപകടകരമായ നിലയിലേക്ക് കേരളത്തിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും രക്ഷകർത്താക്കളുടെ ഭീതി ഭയങ്കരമായി വർദ്ധിച്ചിരിക്കുകയാണ്. കുഞ്ഞുങ്ങളെ കോളേജിൽ അയക്കാൻ പേടിയാണ് എന്നാണ് മാതാപിതാക്കൾ ഫോൺ ചെയ്ത് പറയുന്നത്. എന്ത് ധൈര്യത്തിലാണ് കുട്ടികളെ കോളേജിൽ അയക്കുന്നത് എന്ന് മാതാപിതാക്കൾ ചോദിക്കുന്ന ഒരു കാലത്തിലേക്ക് കേരളത്തെ ഇവർ കൊണ്ടുപോയിരിക്കുന്നു. ഈ ക്രിമിനലുകളെ ഇവർ നിയന്ത്രിച്ചില്ലെങ്കിൽ അവരെ നിയന്ത്രിക്കാൻ ഞങ്ങൾ തന്നെ രംഗത്തിറങ്ങേണ്ട സ്ഥിതി ഉണ്ടാക്കരുത് എന്നാണ് എനിക്ക് മുഖ്യമന്ത്രിയോടുള്ള വിനയപൂർവമായ അപേക്ഷ. കലോത്സവ വേദിയിലേക്ക് വിളിച്ചു വരുത്തിയ വിധികർത്താവിനെ ക്രൂരമായി ആക്രമിച്ച് ശരീരമാസകര മുറിവുണ്ടാക്കി സിദ്ധാർത്ഥിനെ തല്ലിച്ചതച്ചതുപോലെ തല്ലിച്ചതച്ച് ഒടുവിൽ മനോവിഷമത്തിൽ ആ വിധികർത്താവ് തൂങ്ങി മരിക്കുന്നു. സിദ്ധാർത്ഥിന്റെ വിഷയം കൊണ്ടൊന്നും ഒതുങ്ങിയില്ല SFI. വീണ്ടും മറ്റൊരാളുടെ മരണത്തിന് ക്രൂരമായി കാരണമാവുകയാണ് SFI. ഒപ്പം പ്രതിപക്ഷ നേതാവ് പറയുന്നത് കൊയിലാണ്ടിയിലെ അമലിന്റെ കാര്യമാണ്. കൊയിലാണ്ടിയിലെ അമലിനെ ഒരു ഇടിമുറിയിൽ കൊണ്ടുപോയി ക്രൂരമായി ഇടിച്ച് പരിക്കേൽപ്പിക്കുന്നു. അതായത് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ നിന്ന് ഒന്നും പഠിക്കാത്ത SFI വീണ്ടും വീണ്ടും ഇത്തരത്തിൽ ക്രൂരമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത്. SFIയുടെ ഈ കാടത്തങ്ങൾക്ക്, SFIയുടെ ഗുണ്ടായിസത്തിനൊക്കെ കുടപിടിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് തണലായി നിൽക്കുന്നത് എന്ന് ഒക്കെ VD സതീശൻ ആരോപണം ഉയർത്തുന്നുമുണ്ട്. ഇതിനെതിരെ രക്ഷകർത്താക്കൾ സമരമുഖത്ത് ഇറങ്ങേണ്ടതായുണ്ട്. SFIക്കെതിരെ രൂക്ഷമായി പ്രതികരിക്കേണ്ടതായിട്ടുണ്ട്. ഇനി രക്ഷകർത്താക്കൾക്കും കഴിയില്ല എങ്കിൽ KSUവും യൂത്ത് കോൺഗ്രസും ഒക്കെ കളത്തിലിറങ്ങേണ്ട ഒരു സമയമുണ്ടാകും. അങ്ങനെ ഇറങ്ങിയാൽ അത് വലിയ ഒരു പ്രശ്നമായി മാറും. അത്തരത്തിലൊന്നും ഉണ്ടാകാതെ തടുത്തു നിർത്തണം SFIയെയും DYFIയും അങ്ങനെ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ ഒക്കെ എന്നാണ് ഇടതുപക്ഷ നേതാക്കന്മാരോടും മുഖ്യമന്ത്രിയോടുമൊക്കെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിക്കുന്നത്.